സപ്തനദികളുടെ പ്രവാഹം ഈ നദിയിൽ വരികയും ആ സമയത്ത് ഈ നദിയിലെ സ്നാനം വളരെ പ്രസിദ്ധമാണ്, അത് വളരെ പവിത്രമാണ്. അതുകൊണ്ട് ഈ മാഘമാസത്തിൽ നടക്കുന്ന, മകം നക്ഷത്രം വരെ നടക്കുന്ന ഈ പരിപാടി കേരളത്തിൻ്റെ കുംഭമേളയായിട്ട് ഇനിയുള്ള കാലങ്ങളിൽ ഇവിടെ ആഘോഷിക്കും. അതിൻ്റെ തുടക്കം 2026 ഈ കുംഭമേളയോട് കൂടി നമ്മൾ സമാരംഭിക്കുക. ഇതിപ്പോൾ നമ്മൾ 2016 ആരംഭിച്ചതാണ് വീണ്ടും മാഘമക മഹോത്സവം. ഇപ്പം 10 വർഷമാവുന്നു. അപ്പോൾ ഈ വർഷം നമ്മൾ എന്തൊക്കെ പരിപാടികൾ, ഇപ്പം അത് ഏകദേശം ജനുവരി 18 മുതൽ ഫെബ്രുവരി 3-ാം തീയതി മകനക്ഷത്രം വരെ നീണ്ടു നിൽക്കുന്നതാണ് മനസ്സിലാക്കുന്നത്. നമ്മളിതിൻ്റെ ഭാഗമായിട്ട് എന്തൊക്കെയാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്? 19-ാം തീയതി ഇതിൻ്റെ ധർമ്മധ്വജം തിരുനാവായ ഭാഗത്ത് ഉയരുന്നതോട് കൂടിയിട്ട് ഈ പരിപാടി ആരംഭിക്കുക. അന്ന് മുതൽ പ്രത്യേകതയുള്ള ദിവസങ്ങളാണ്. ഓരോ ദിവസത്തിനും പ്രത്യേകതയുണ്ട്. അന്നത്തെ സ്നാനങ്ങളെല്ലാം പ്രത്യേകതയുള്ളതാണ്. അതോടൊപ്പം ഈ വർഷം മുതൽ നമ്മുടെ ഭാവി വർഷങ്ങളിൽ ഈ കുംഭമേളയുടെ ഒരു ചിട്ടപ്പെടുത്തൽ ഈ വർഷം നടക്കുന്നുണ്ട്. അപ്പോൾ മാഘമാസത്തിൽ ഓരോ ദിവസത്തിൻ്റെയും പ്രത്യേകതയ്ക്കനുസരിച്ച് നമ്മൾ കൊട്ടിയൂർ ഉത്സവത്തിനൊക്കെ കണ്ടു കാണും. നമ്മുടെ എല്ലാ വിഭാഗത്തിൽപ്പെട്ട ഹിന്ദുക്കളിലെ എല്ലാ വിഭാഗത്തിൽപ്പെട്ടവർക്കും എല്ലാ ഉത്സവങ്ങളിലും സ്ഥാനങ്ങളുണ്ടായിരുന്നു. അത്തരത്തിലുള്ള സ്ഥാനം നമ്മുടെ കുംഭമേളയിലുണ്ട്. അവർ നേതൃത്വം കൊടുക്കുന്ന പൂജകൾ, ഹോമങ്ങൾ, കാര്യങ്ങളെല്ലാം മലയരയ സമുദായം മുതൽ നമ്പൂതിരി സമുദായം വരെയുള്ള എല്ലാ സമുദായങ്ങളെയും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ മകം നമ്മൾ അല്ലെങ്കിൽ ഈ കുംഭമേള നമ്മൾ ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ എല്ലാ ഹോമങ്ങളിലും പൂജകളിലും എല്ലാ സമുദായത്തിൻ്റെയും പ്രാതിനിധ്യവും അവരുടേതായിട്ടുള്ള സമ്പ്രദായങ്ങളും ചെയ്യാനുള്ള അവസരമുണ്ട്. അത്തരം ഓരോ ദിവസത്തെയും അങ്ങനെയാണ് നമ്മൾ ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്. ദിവസവും സ്നാനമാണ് പ്രധാനം. ഇത് തീർത്ഥമാണ്. ഈ തീർത്ഥത്തിൽ മുങ്ങുക എന്നുള്ളത് തന്നെയാണ്. എല്ലാ കുംഭമേളയിലും സ്നാനമാണ് പ്രധാനം. നമ്മുടെ കുംഭമേളയും സ്നാനം തന്നെയാണ് പ്രധാനം. അതിലേറ്റവും പ്രധാനപ്പെട്ടത് മകം നക്ഷത്രത്തിൽ ഫെബ്രുവരി 3-നുള്ള മകം നക്ഷത്രത്തിലെ സ്നാനമാണ്. അന്ന് നിള ആരതിയുണ്ട്. വളരെ വലിയ ബഹുജന പങ്കാളിത്തത്തോട് കൂടിയിട്ടാണ് നടക്കുക. ഇപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നത് എത്ര പേരെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഇത് അത്രയും പബ്ലിസിറ്റി കേരളത്തിലും ഭാരതത്തിലും നടന്നു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് വലിയൊരു ജനസാമാന്യത്തെ പ്രതീക്ഷിക്കുന്നു. വലിയൊരു പരിപാടിയായിട്ട് നടക്കാൻ പോകുക.